പ്രൈസ് ദി ലോർഡ്. ഈ ആഫ്റ്റർനൂൺ വേളയിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ചിന്തയുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ സർവശക്തി നൽകി തന്ന നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചിന്ത ഇതാണ്. സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു. 34-ാം സങ്കീർത്തനം അതിൻ്റെ 1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. നമുക്കറിയാം, ലോകമെമ്പാടും വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, സംഘർഷാവസ്ഥകളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയുവാൻ കഴിയുന്നത്, നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. എങ്കിലും നിങ്ങളാകുന്ന മേഖലകളിൽ, നിങ്ങളാകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കർത്താവുമായിട്ടൊരു ഇൻറ്റിമസി ഉണ്ടെങ്കിൽ, ധന്യനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും തനിക്കെതിരെ ആരൊക്കെ വിരൽ ചൂണ്ടിയാലും, തൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രതികൂലങ്ങൾ വന്നോ, എന്നാലും താൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയരെ, എന്നെ കേൾക്കുന്നവരെ, ഈ കാലഘട്ടങ്ങളിലെ പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ വിലപിക്കേണ്ട. ഇന്ന് പകൽ ഈ ആഫ്റ്റർനൂൺ സമയത്ത് എൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുക, കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു സാഹചര്യം വളരെ അടുത്തു വന്നിരിക്കുകയാൽ നിങ്ങൾ ആ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നേറിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിരിക്കും. ഗോഡ് ബ്ലെസ് യു എവരിവൺ. താങ്ക് യു.